Hello and welcome again to Global English Academy, and today the class day 5, and we have just have been speaking about present tense, past tense, future tense. Today we are going to talk about the present continuous tense. What is present continuous tense? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടെൻസാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ തുടർച്ചയായി ഇപ്പോൾ ചെയ്യുക മാത്രമല്ല തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സാധാരണ പറയുക. ഐ ആം സ്റ്റഡിയിങ് ഫോർ ബിടെക് നൗ. ഞാനിപ്പോൾ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുക. ഐ ആം സ്റ്റഡിയിങ് ഫോർ ബിടെക് നൗ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളെങ്ങനെ ഉണ്ടാക്കാം? നമ്മളിപ്പോൾ ബിടെക്കിന് ഐ ആം സ്റ്റഡിയിങ് ഫോർ ബിടെക് നൗ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ചോദ്യം എന്തായിരിക്കും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം ചോദ്യം ചോദിക്കേണ്ടതും. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ആർ യു ഡൂയിങ് നൗ? നീ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് നൗ? ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം നമ്മൾ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐ എം ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ് എന്ന് വെച്ചാൽ ഈയിടെയായിട്ട്. അപ്പോൾ ഐ എം ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. നമ്മൾ ട്യൂഷന് ഈയിടെയായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ചോദ്യം എന്താണ് നമ്മൾ ചോദിക്കുക? അപ്പോൾ ഐ ആം ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ് സിംഗുലറാണ്. ഫസ്റ്റ് പേഴ്സണിൽ സിംഗുലറാണ് ചോദിച്ചത്. ഐ വരുമ്പോൾ ആം ആണ് ഉപയോഗിക്കുക. ഐ ഈസ് എന്ന് പറയില്ല, ഐ ആർ എന്ന് പറയില്ല, ഐ ആം എന്നേ പറയുകയുള്ളൂ. ഐ ആം ഗോയിങ് ഫോർ, അത് ഐക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ആം ഉപയോഗിക്കുന്നത്. അപ്പോൾ സിംഗുലർ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ആം എന്നേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിലോ ഐ ആം ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സും പറഞ്ഞു. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഷീ ആയിരിക്കണം, അല്ലെങ്കിൽ ഹീ ആയിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ആയിരിക്കണം, ദാറ്റ് ആയിരിക്കണം. അതൊക്കെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലറിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ഹീ. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലറിലായാലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ ഇവിടെ ഒരേപോലെ തന്നെയാണ് ഉപയോഗിക്കുക. ഹീ ഈസ് ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ്, ഷീ ഈസ് ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ്, ഇറ്റ് ഈസ്. ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ കാര്യത്തിൻ്റെ ഒരു സാധനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഹീ അല്ലെങ്കിൽ ഷീ അല്ല, അവനും അവളും അല്ലാത്ത തേർഡ് പേഴ്സൺ സിംഗുലറിൽ പറയുകയാണെങ്കിലും ഈസ് തന്നെയാണ് ഉപയോഗിക്കുക സിംഗുലർ ആണെങ്കിൽ. അപ്പോൾ പ്ലൂറലാണെങ്കിലോ ആറാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു ഹീസ് ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ്, ഐ എം ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം കണ്ടില്ല. ഐ വന്നപ്പോൾ കണ്ടിന്യൂസ് ടെൻസിൽ ആം വരും, ഹീ അല്ലെങ്കിൽ ഷീ വരുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ ഈസാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്ലൂറലാണെങ്കിൽ ദേ ആർ ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ്, ദേ ആർ ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ്. പ്ലൂറലാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയ കാരണം ദേ ആർ ഗോയിങ് ഫോർ ട്യൂഷൻ ഡേയ്സ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ വേറെ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആറാണ് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഐ എം ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആം ഐ ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ് എന്നല്ല ചോദിക്കുക, വേറൊരാൾ തേർഡ് പേഴ്സൺ നമ്മളോട് ചോദിക്കുമ്പോഴാണ് ചോദിക്കുന്ന ആ ശൈലിയിലാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ സ്വയമായിട്ട് ചോദിക്കുന്ന ഒരു ശൈലിയിലല്ല. അപ്പോൾ അതുകൊണ്ട് ആർ യു ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആർ യു ഗോയിങ് ഫോർ ട്യൂഷൻ എന്ന് ചോദിച്ചാലും അത് കറക്റ്റാണ്. ആർ യു ഗോയിങ് ഫോർ ട്യൂഷൻ. അപ്പോൾ ഹീ ഈസ് ഗോയിങ് ഫോർ ട്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വരുമ്പോഴെങ്ങനെ വരും? ഈസ് ഹീ ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ്, അല്ലെങ്കിൽ ഈസ് ഹീ ഗോയിങ് ഫോർ ട്യൂഷൻ എന്ന് ചോദിക്കാം തേർഡ് പേഴ്സൺ സിംഗുലറിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ. അത് പ്ലൂറിൽ വരുവാണെങ്കിലോ ദേ ആർ ഗോയിങ് ഫോർ ട്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അത്
സിംഗുലർ പ്ലൂറലിൽ വരുമ്പോൾ എങ്ങനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ? ആർ ദേ ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ് എന്ന് ചോദിക്കാം. ഓക്കെ, ആർ ദേ ഗോയിങ് ഫോർ ട്യൂഷൻ എന്ന് നമുക്ക് ചോദിക്കാം. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. സിംഗുലർ, പ്ലൂറൽ, ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആൻഡ് പ്ലൂറലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സെക്കൻഡ് പേഴ്സൺ നമ്മൾ ഇവിടെ ചോദിച്ചില്ല. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ആർ യു ഗോയിങ് ഫോർ ട്യൂഷൻ എന്ന് നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ ആർ യു ആണ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പേഴ്സണിലാണ് നമ്മൾ ഐ ആം ഗോയിങ് ഫോർ ട്യൂഷൻ എന്ന് പറഞ്ഞാലും അപ്പോൾ നമ്മളുടെ സെക്കൻഡ് പേഴ്സൺ അതിൽ കവറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ക്വസ്റ്റ്യൻ വേർഡുകൾ വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, പിന്നെ അതിൻ്റെ ആൻസർ ചോദിക്കാം എന്നുള്ളത് നോക്കാം. ഹൗ ആർ യു ഗോയിങ് ഫോർ ട്യൂഷൻ? നീ എങ്ങനെയാണ് ട്യൂഷന് പോകുന്നത്? ഹൗ ആർ യു ഗോയിങ് ഫോർ ട്യൂഷൻ ദീസ് ഡേയ്സ് എന്ന് ചോദിക്കുക. ഈ ഇടയായിട്ട് നീ എങ്ങനെയാണ് ട്യൂഷന് പോകുന്നത്? അപ്പോൾ അവർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് അവർ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നീ പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കിളിനാണോ ബൈക്കിനാണോ നടന്നാണോ എന്നുള്ള കാര്യത്തിലാണ്, അതല്ലെങ്കിൽ ബസ്സിലാണോ എന്നാണ് അവർ ചോദിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളത് മനസ്സിലായി നമുക്ക് ചോദിച്ചപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ കഴിയാതെ ആൻസർ പറയാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ സോറി ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ്, ഐ കുഡിൻ ഗെറ്റ് യു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലാവാതെ നമ്മൾ ഉത്തരം പറയരുത്. മനസ്സിലാവാതെ ഉത്തരം പറഞ്ഞാൽ അത് ബ്ലണ്ടർ മിസ്റ്റേക്കായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയണം. സോ സോറി, അല്ലെങ്കിൽ ബെഗ് യുവർ പാർഡൻ, ഐ കുഡിൻ ഗെറ്റ് യു, ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ് പ്ലീസ്, ഓർ ഐ കുഡിൻ ഹിയർ യു പ്രോപ്പർലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവർ രണ്ടാമത് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ക്ലിയറായിട്ട് അതിൻ്റെ ചോദ്യം മനസ്സിലായതിന് ശേഷം ഉത്തരം പറയാം. ഐ എം ഗോയിങ് ഫോർ ട്യൂഷൻ ബൈ ബസ് എന്ന് എന്താണ്, ബസ്സിനാണ് ഞാൻ പോകുന്നത്. ഹൗ ആർ യു ഗോയിങ് ഫോർ ട്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്. ഐ എം ഗോയിങ് ഫോർ ട്യൂഷൻ ബൈ ബസ് എന്ന് പറയാം. ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുകയാണ് അടുത്ത്, അവർ നിർത്താനായിട്ട് ഭാവമില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഈസ് യുവർ സിസ്റ്റർ ടു ഗോയിങ് ഫോർ ട്യൂഷൻ? നിൻ്റെ സിസ്റ്ററും പോകുന്നുണ്ടോ? ടു വന്നത് അതാണ്. നീ മാത്രമല്ല, നീ നിൻ്റെ സിസ്റ്ററും പോകുന്നുണ്ടോ? ഈസ് യുവർ സിസ്റ്റർ ടു ഗോയിങ് ഫോർ ട്യൂഷൻ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. ആ ടു ഞാൻ എക്സ്ട്രാ ചേർത്തുന്നുള്ളൂ. ഒരാൾ കൂടെ നമ്മൾ പറഞ്ഞപ്പോൾ അവരും പോകുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ടു എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈസ് യുവർ സിസ്റ്റർ ടു ഗോയിങ് ഫോർ ട്യൂഷൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരം യെസ് ആണെങ്കിൽ യെസ് ഷീ ടു ഈസ് ഗോയിങ് ഫോർ ട്യൂഷൻ. ആ ടു നമ്മൾ അപ്പോൾ അവിടെ നമ്മളോട് ടു ചോദിച്ചപ്പോൾ, ക്വസ്റ്റ്യനിൽ ചോദിച്ചപ്പോൾ നമ്മൾ അതിൽ ഉത്തരത്തിലും പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചില്ലെങ്കിലും നമുക്ക് ഉത്തരത്തിൽ വേണമെങ്കിൽ അത് പറയാം. യെസ് ഷീ ടു ഈസ് ഗോയിങ് ഫോർ, ഷീ ആണ് തേർഡ് പേഴ്സൺ സിംഗുലർ, ഈസേ വരുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് യെസ് ഷീ ടു ഈസ് ഗോയിങ് ഫോർ ട്യൂഷൻ, അല്ലെങ്കിൽ ഷീ ഈസ് ഗോയിങ് ഫോർ ട്യൂഷൻ ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് എവിടെയാണ് ചേർക്കേണ്ടത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വേർഡിലേക്ക് നമ്മൾ കടന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചത് ഹൗ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഹൂ, അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് ഹൂ ഈസ് അറ്റൻഡിങ് ദ സെമിനാർ ദീസ് ഡേയ്സ്? അപ്പോൾ നമ്മൾ കോളേജിൽ ഇതിനെപ്പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ ജനറലായിട്ടുള്ള സംസാരത്തിലേക്ക് കടന്നു. അപ്പോൾ നമുക്ക് സംസാരം കുറച്ച് ലെങ്തി ആക്കാനാണ്, നീട്ടിക്കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങൾ കൂടി ചോദിക്കാം. അപ്പോൾ ഹൂ ഈസ് അല്ലെങ്കിൽ ആർ അറ്റൻഡിങ് ദ സെമിനാർ ദീസ് ഡേയ്സ്? ഇപ്പോൾ സിംഗുലർ ആണെങ്കിൽ ഈസ്, അല്ലെങ്കിൽ ഒബ്ലിക്ക് ഇട്ടേക്കണത് ആറ് അല്ലെങ്കിൽ ഈസ്. ഇത് നമുക്ക് രണ്ടും ഒരു ചോദ്യത്തിൽ തന്നെ ചോദിച്ച് കാണിക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഹൂ ഈസ് ഓർ ആർ അറ്റൻഡിങ്, ഒറ്റയ്ക്കാണെങ്കിൽ ഈസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഹൂ ആർ അറ്റൻഡിങ്, അല്ലെങ്കിൽ ഹൂ ആർ ഓൾ അറ്റൻഡിങ് ദ സെമിനാർ ദീസ് ഡേയ്സ്. സെമിനാർ ആരാണ് ഈയിടെയായിട്ട് നിങ്ങളുടെ കോളേജിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ ആർ ഉപയോഗിക്കാം. അപ്പോൾ സിംഗിളായിട്ടുള്ള ഒരാളാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈസ് ഉപയോഗിക്കാം. അപ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് തന്നെയാണ്. അറ്റൻഡിങ് ഈസ് അല്ലെങ്കിൽ ആർ അറ്റൻഡിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഉത്തരം പറഞ്ഞു ഐ ആം. ഇപ്പോൾ ഹൂ ഈസ് എന്നുള്ള സിംഗുലറിൽ പറയുകയാണെങ്കിൽ ഐ ആം അറ്റൻഡിങ്. ഇത്
പ്ലൂറലാണെങ്കിൽ മാത്രം വരുന്നതാണ്. ഇതിവിടെ ഐ ആം നമ്മൾ എഴുതി, ഐ ആം അറ്റൻഡിങ് ദ സെമിനാർ ദീസ് ഡേയ്സ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൾ സ്റ്റുഡൻസ് ആർ അറ്റൻഡിങ് ദ സെമിനാർ ദീസ് ഡേയ്സ് എന്ന് പറയാം. അപ്പോൾ അത് രണ്ട് തരത്തിൽ പറയാം, സിംഗുലറിൽ പറയാം, പ്ലൂറലിൽ പറയാം. ഇപ്പോൾ നമ്മൾ സിംഗുലറിലാണ് പറയണത്, ഞാൻ മാത്രമാണ് പോകുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം അറ്റൻഡിങ് ദ സെമിനാർ ദീസ് ഡേയ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസ് ആർ അറ്റൻഡിങ് ദ സെമിനാർ എന്ന് പറയാം, അല്ലെങ്കിൽ സെമിനാർ ദീസ് ഡേയ്സ് എന്ന് പറയും. ഈ ഇടയായിട്ട് സാധാരണയായിട്ടുള്ളൊരു കൊളോക്കിയൽ സ്റ്റൈലാണത്. ദീസ് ഡേയ്സ് ഈ ഇടയായിട്ട്. ദ അതർ ഡേ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആ ദിവസം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ദ അതർ ഡേ യു ഹാഡ് ടോൾഡ് മീ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നീ ഒരു ദിവസം എന്നോട് പറഞ്ഞിരുന്നില്ലേ എന്ന് പറയേണ്ട. സാധാരണ ആളുകൾക്ക് അറിയില്ല അതെങ്ങനെയാണ് പറയുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദ അതർ ഡേ എന്ന് പറയാം. വൺ ഡേ എന്ന് പറയുന്നതിന് ഇത്തിരി കൂടി നല്ല പ്രയോഗമാണ് ദ അതർ ഡേ. ദ വെരി ഡേ എന്ന് പറയാറുണ്ട് സാധാരണ. വെരി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡേറ്റിൽ ദ വെരി ഡേ ഹീ മെറ്റ് മീ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ദിവസം തന്നെ, അതേ ദിവസം തന്നെ ഹീ ഹാഡ് മെറ്റ് മീ ടു എന്ന് പറയാം. അന്നേ ദിവസം തന്നെ എന്നെ കണ്ടിട്ടുമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഇത് പഠിക്കാം. നമുക്ക് ഈ ടെൻസസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് റെഗുലറായിട്ടുള്ള ഉപയോഗിക്കുന്ന സംഗതികൾ, പിന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സംഗതികൾ, ഡെയിലി റൂട്ടീൻ, അതിനെയൊക്കെ പറ്റി നമുക്ക് സംസാരിക്കാം. പിന്നെ ഇൻട്രൊഡക്ഷനൊക്കെ പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ള സംഗതികളൊക്കെ. പിന്നെ ഹൗ ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ, ഹൗ ടു ഇംപ്രൂവ് യുവർ പേഴ്സണാലിറ്റി, ഇമ്പോർട്ടൻസ് ഓഫ് ബോഡി ലാംഗ്വേജ്, ഇതിനെയൊക്കെ പറ്റി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പയ്യെ ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോഴാണ് അതിനൊക്കെ പറ്റി പറയുക. അതിനു മുമ്പ് നിങ്ങളുടെ വൊക്കാബുലറി ഒന്ന് സ്ട്രോങ് ആക്കണം. എല്ലാവരും ദിവസം 20 വേർഡ് പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ആ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അന്ന് പറഞ്ഞ മാതിരി പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് നൗൺ ഫോം വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേർഡുകൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ വൊക്കാബുലറി അബണ്ടൻസ് ഉണ്ടായിരിക്കും. കൂടുതൽ വൊക്കാബുലറി, നിങ്ങൾക്ക് കൂടുതൽ വാക്കുകളുടെ ആ ഒരു സമ്പത്ത്, പദസമ്പത്ത് ഉണ്ടാകും. അതിനാണ് കൂടുതൽ വാക്കുകൾ പഠിക്കാൻ പറഞ്ഞത്. ജനറൽ ആൻഡ് സിമ്പിൾ വേർഡ്സ് തന്നെ തുടക്കം കുറിക്കാം. നിങ്ങളൊരു 1000 വേർഡുകളൊക്കെ 2000 വേർഡൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ കൂടുതൽ കുറച്ചും കൂടി ഉയർന്ന തലത്തിലുള്ള വേർഡുകൾ നിങ്ങൾക്ക് പഠിക്കാം. അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുക. അതിനുശേഷം ഒരു ലെവൽ എത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളത് പഠിക്കാൻ ശ്രമിക്കുക. പുസ്തകം വായിക്കുന്നുണ്ടെന്ന് കരുതുന്നു. അരമണിക്കൂർ മിനിമം, മാക്സിമം ഒന്നുമില്ല അതിന്. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിൽ വായിക്കാം. മിനിമം ഒരു അരമണിക്കൂർ, പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു മണിക്കൂർ വരെയെങ്കിലും വായിക്കാൻ ശ്രമിക്കണം. അതാണ് ഞാൻ പറയാറുള്ളത്. ദിവസം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് മറക്കരുത്. ഇതൊക്കെ പാർട്ട് ഓഫ് ലേണിംഗ് തന്നെയാണ്. ഇത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. പ്രാക്ടീസ് കിട്ടണമെങ്കിൽ അതും കൂടി ചെയ്തിരിക്കണം. ആ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഫ്ലോ വരുള്ളൂ ശരിക്കും. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള മാതിരി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേഷ്യൽ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചിലപ്പോൾ വക്രിച്ചൊക്കെ മുഖം വർത്താനം പറയുമ്പോൾ നമ്മൾ കുറേ പ്രയത്നിച്ചൊക്കെ പറയുമ്പോൾ മുഖമൊക്കെ കൂടിപ്പോൾ അങ്ങോട്ട് കിട്ടുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിഫ്ലക്ഷൻസൊക്കെ വരും ഫേസിൽ. അപ്പോൾ അതൊക്കെ മാറ്റാൻ ശ്രമിക്കാം നമുക്ക് കണ്ണാടിയിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് വരാൻ തുടങ്ങുമ്പോൾ പുറത്തുള്ള ആൾക്കാരോട് സംസാരിച്ചാൽ മതി. അറിയുന്ന ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അവരോട് പറയാം, ഞാൻ തെറ്റ് പറയുന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാൻ പറയുക. ആ ഫ്ലോ അപ്പോൾ കിട്ടും. നിങ്ങൾക്ക് നല്ല ഇതിൽ കിട്ടും. കറക്ഷൻസ് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രമിക്കേണ്ടത് നിങ്ങളെക്കാളും കൂടുതൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് സംസാരിക്കുന്ന ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളിലേക്കും ഗ്രാജുവലി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വേർഡ്, ഹൂ ഈസ് ദ പ്രിൻസിപ്പൽ ഓഫ് യുവർ കോളേജ്? ആരാണ് നിങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ? അപ്പോൾ പറഞ്ഞു മിസ്റ്റർ സജീവ് ഈസ് ദ പ്രിൻസിപ്പൽ ഓഫ് അവർ കോളേജ്. അതൊരു ചോദ്യം ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കുന്നു. മാത്രമല്ല സാധാരണ നമ്മൾ ചോദിക്കുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ സ്റ്റഡിയിങ് ഇൻ യുവർ കോളേജ്? ഹൗ മെനി സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇൻ യുവർ കോളേജ്? അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ വേർഡാണ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇൻ യുവർ കോളേജ്? എത്ര ആളുണ്ട്, എത്ര സ്റ്റുഡൻസ് നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്നുണ്ട് എന്നാണ് ആ ചോദ്യം. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. ഇത് ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ഒരു കണക്ക് എഴുതി. ദെയർ ആർ ഓൾമോസ്റ്റ് 2000 സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഇൻ അവർ കോളേജ്. അപ്പോൾ ആ ഓൾമോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്ന് പറയാം. നമ്മൾക്ക് അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്നുള്ള കണക്ക് തന്നെയാണ് അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏകദേശം
എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി എഴുതുമ്പോൾ മുമ്പിൽ പറയാം, അത് കഴിഞ്ഞിട്ടും പറയാം. അപ്രോക്സിമേറ്റ്ലി എന്നുള്ളതിനെ അപ്രോക്സ് എന്ന് എഴുതിയാൽ മതി. ഷോർട്ട് ഫോമാണ്, ബ്രാക്കറ്റിൽ എഴുതാം. ഇത് എഴുതി കഴിഞ്ഞിട്ട് അപ്രോക്സ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് 100% കറക്റ്റ് ആയിരിക്കണമെന്നില്ല, ഏകദേശം ഒരു രൂപമാണ് പറയുന്നത്, ഒരു റൗണ്ട് ഫിഗർ പറഞ്ഞെന്ന് മാത്രം. ദെയർ ആർ ഓൾമോസ്റ്റ് 2000 സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ് ഇൻ അവർ കോളേജ് എന്ന് പറയാം. അല്ലെങ്കിൽ ദെയർ ആർ ഓൾമോസ്റ്റ്, അപ്പോൾ ഓൾമോസ്റ്റ് പറയേണ്ട, അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ ദെയർ ആർ 2000 അപ്രോക്സിമേറ്റ്ലി സ്റ്റുഡൻസ് അപ്രോക്സിമേറ്റ്ലി ആർ സ്റ്റഡിങ് ഇൻ അവർ കോളേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മളുടെ ദെയർ ആർ ഓൾമോസ്റ്റ് 2000 സ്റ്റുഡൻസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വെൻ, എപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ. വെൻ ആർ യുവർ എക്സാം സ്റ്റാർട്ടിങ്? എന്താണ് ഇവിടെ ആർ ഉപയോഗിച്ചത്? എക്സാംസ് പ്ലൂറലാണ് അല്ലേ? അല്ലെങ്കിൽ വെൻ ഈസ് യുവർ എക്സാം സ്റ്റാർട്ടിങ് എന്നാണ് ചോദിക്കുക. സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കണം. പ്ലൂറലായാലും വെൻ, എക്സാം ഒന്നിൽ കൂടുതലുണ്ട്, അത് കാരണം കൊണ്ടാണ് പ്ലൂറലായിട്ട് പറഞ്ഞത്. വെൻ ആർ യുവർ എക്സാംസ് സ്റ്റാർട്ടിങ്? എപ്പോഴാണ് നിൻ്റെ പരീക്ഷകൾ തുടങ്ങുന്നത്? പരീക്ഷകൾ സിംഗുലർ അല്ല, പ്ലൂറലിലാണ് പറഞ്ഞത്. അപ്പോൾ ഉത്തരം എങ്ങനെയാണ് പറയുക? മൈ എക്സാംസ് ആർ സ്റ്റാർട്ടിങ് ഇൻ മാർച്ച്. എക്സാംസ് പ്ലൂറൽ വന്നാരണം ഉത്തരത്തിലും നമ്മളത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഏത് ടെൻസിലാണ് ചോദിക്കുന്നത് അതേ ടെൻസിൽ തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും, വളരെ സുഗമമായിരിക്കും. അപ്പോൾ നമ്മൾ ടെൻസ് മാറ്റി പറയുമ്പോൾ അത് കോംപ്ലിക്കേഷൻ വരും. പറയാൻ നമുക്ക് സുഖമായിട്ട് പറയാം, പക്ഷെ അപ്പോൾ അത് ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകേണ്ടത്. അതേ ടെൻസിൽ തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ എക്സാംസ് പ്ലൂറലിൽ വെച്ചു, പ്ലൂറലിൽ തന്നെ നിങ്ങൾ ഉത്തരം പറയുക. മൈ എക്സാംസ് ആർ സ്റ്റാർട്ടിങ് ഇൻ മാർച്ച്. ഇപ്പോൾ മൈ എക്സാം, ഒരു എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈസ് സ്റ്റാർട്ടിങ് ഇൻ മാർച്ച് എന്ന് പറയാം. ഇൻ ദ മന്ത് ഓഫ് മാർച്ച് എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അതൊക്കെ സെയിമാണ്, വ്യത്യാസമില്ല. അത് കുറച്ചും കൂടി നല്ല ശൈലിയാണ്. മൈ എക്സാംസ് ആർ സ്റ്റാർട്ടിങ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു ശൈലിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ കുറച്ച് ഇമ്പ്രൂവ് ആയതിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ വ്യത്യാസങ്ങൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾ ചെയ്യുകയും ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വേർഡ്? വാട്ട്. വാട്ട് ആർ യു സ്റ്റഡിയിങ് ഫോർ നൗ? വാട്ട് ആർ യു സ്റ്റഡിയിങ് ഫോർ? നീ ഇപ്പോൾ എന്താണ് പഠിക്കുന്നത്? എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കില്ല സാധാരണ ആൾക്കാർ. എന്താണ് പഠിക്കുന്നത് എന്നാണ് ശരിക്കും ചോദിക്കേണ്ടത്. അല്ലാണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ടർത്ഥം വരും അതിൽ. നീ എന്തിനു വേണ്ടി, ഒരു കാര്യമില്ല നീ പഠിച്ചിട്ട് എന്നുള്ള അർത്ഥത്തിലും കളിയാക്കിക്കൊണ്ട് ചോദിക്കാൻ സാധിക്കും. അതുകൊണ്ട് നീ എന്താണിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു സ്റ്റഡിയിങ് ഫോർ? സ്റ്റഡിയിങ് ഫോർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, വാട്ട് ആർ യു സ്റ്റഡിയിങ് ഫോർ നൗ? ഇപ്പോൾ നീ എന്തിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീം പറയാം, നമ്മൾ ആ ബ്രാഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ഐ എം സ്റ്റഡിയിങ് ഫോർ ബിടെക് നൗ. ഞാനിപ്പോൾ ഇന്നത്തെ ഒരു ട്രെൻഡാണ് ബിടെക്. മോസ്റ്റ്ലി ആൾക്കാർ ബിടെക്കിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആർട്സും കോമേഴ്സ് ഇതിലൊക്കെ പോകുന്നത് വളരെ കുറവുള്ളൂ. അപ്പോൾ മറ്റുള്ള സ്ട്രീമുകൾ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡി ഇതിലേക്ക് പോകുന്ന ആൾക്കാർ മാത്രം അതൊക്കെ എടുക്കാൻ പോകുള്ളൂ. അല്ലെങ്കിൽ മോസ്റ്റ്ലി ആൾക്കാർ ബിടെക്കിനൊക്കെയാണ് പോയത്. IIT NIT അതുമാതിരിയുള്ള IIIT, മറ്റുള്ള സ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, മറ്റുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, നമ്മുടെ ബിർള ടെക്നിക്കൽ സ്കൂളുമാരുള്ള ഈ അങ്ങനത്തെ ബിറ്റ്സ് മാതിരിയുള്ള കോളേജുകളുണ്ട്. അപ്പോൾ കുറേ ടൈപ്പിലുള്ള കോളേജുകൾ, പല ലെവലിലുള്ള കോളേജുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം കൂടിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഐ എം സ്റ്റഡിയിങ് ഫോർ ബിടെക് നൗ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെയായിരിക്കും. അതിനുശേഷമേ മറ്റുള്ള ഓപ്ഷനിലേക്ക് ആ ഒരു ബ്രാഞ്ചുകളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഐ എം സ്റ്റഡിയിങ് ഫോർ ബിടെക് നൗ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് എന്താണെന്ന് നോക്കാം. വേർ ആർ യു പ്ലാനിങ് ടു സ്റ്റഡി ഫർദർ? അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശമില്ല കുട്ടികൾ. ചില ആൾക്കാർ ബിടെക് കഴിഞ്ഞ് എംടെക്കിന് പോകും, എംടെക് കഴിഞ്ഞ് PhDക്ക് പോകും, ടീച്ചിങ് ലൈനിലേക്ക് പോകാനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ റിസർച്ചിലേക്ക് പോകുന്ന ആൾക്കാർ, ഇവരൊക്കെ PhDക്കൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ബിടെക് കഴിഞ്ഞ് ഇവിടെ നിർത്തുമെന്ന് വിചാരിക്കേണ്ട. പണ്ട് കാലത്തെ പോലല്ല, ഇന്നത്തെ കാലത്ത് അവർക്ക് ഒരു പ്ലാനിങ് ഉണ്ട്, അതനുസരിച്ച് നിർത്തുള്ളൂ. അപ്പോൾ വേർ ആർ യു പ്ലാനിങ് ടു സ്റ്റഡി ഫർദർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത പഠനം എവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എവിടെയാണ് ഇത് കഴിഞ്ഞാൽ ഫർദർ സ്റ്റഡീസ് എവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ വേർഡാണ് വെയർ. എവിടെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അതിൽ തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഐ എം പ്ലാനിങ് ടു ഡു മൈ ഹയർ സ്റ്റഡീസ് ഇൻ ദ US.
ഇപ്പോൾ കുട്ടികൾ ഇവിടെയല്ല, മോസ്റ്റ്ലി യൂറോപ്പിലും US ഓസ്ട്രേലിയ എവിടെയൊക്കെ പഠിക്കാനാണ് താല്പര്യം ആൾക്കാർക്ക് അല്ലേ. ഇന്നത്തെ കാലത്ത് ഹയർ സ്റ്റഡീസ് പോയിട്ട് ബാംഗ്ലൂർ പഠിക്കുക, അല്ലെങ്കിൽ ആ കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് കൂടുതലും ആൾക്കാർ വെസ്റ്റേൺ വേൾഡിലേക്ക് പോയിട്ട് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെയൊക്കെ ഉള്ള ഫെസിലിറ്റീസ് കൂടുതലാണ്, അവരുടെ കരിക്കുലം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് അവിടെ പഠിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി ലെവൽ കൂടിയ ആൾക്കാരാണ്. അഡ്മിഷൻ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് പല കുട്ടികൾക്കും. നല്ല മാർക്കിൻ്റെയും അവരുടെ പെർഫോമൻസ്, അവരുടെ സ്കിൽസൊക്കെ വെച്ചിട്ടാണ് സാധാരണ അവിടെ കിട്ടാറുള്ള പല കുട്ടികളും. അങ്ങനെ ഹയർ ലെവലിലൊക്കെ പഠിച്ചു വരുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, PhD ഒക്കെ ചെയ്തു വരുന്ന കുട്ടികൾ ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ ഐ എം പ്ലാനിങ് ടു ഡു മൈ ഹയർ സ്റ്റഡീസ് ഇൻ ദ US എന്നാണ് പറഞ്ഞ ഉത്തരം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വേർഡ്, ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസുകളാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് റിവൈസ് ചെയ്ത് തുടക്കം മുതലേ ഓരോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു വേർഡിൽ നിന്ന് എത്ര സെൻറ്റൻസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള സംഗതിയാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ടെൻസുകളിലുള്ള ഡിഫറൻസ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും അത് വേറിട്ടൊരു റിവിഷൻ മാതിരി രണ്ടാമത് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൽ കുറേ മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമ്മൾ പ്രയോഗിക്കാം, അതെവിടെയൊക്കെയാണ് പ്രയോഗിക്കുക, പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എവിടെയാണ്, ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇവിടെ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ റെഗുലറായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. 2 മിനിറ്റ് കണ്ടിട്ട് വിടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. താല്പര്യമുള്ള ആൾക്കാർ മാത്രം കാണാതിൽ, താല്പര്യം ഇല്ലാത്ത ആളുകളെ ഞാൻ നിർബന്ധിക്കില്ല. താല്പര്യം ഉണ്ടാക്കിയിട്ട് ശ്രമിക്കുക. താല്പര്യം വരികയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് ഇംഗ്ലീഷ് നിങ്ങളൊരു നല്ല പ്രൊഫഷണൽ ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ, ജോലിക്കാരനാവാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദേശങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലാതെ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ സാധാരണ പറയാറുണ്ട്, ഇഫ് യു സ്ട്രഗിൾ എ ബിറ്റ് നൗ യു ക്യാൻ എൻജോയ് യുവർ ലൈഫ് ലേറ്റർ. അപ്പോൾ സാധാരണ പറയുന്നത് ഇപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ എൻജോയ് യുവർ എൻറ്റയർ ലൈഫ്. ഓക്കെ, ആൻഡ് ഇഫ് യു പ്രിഫർ ടു എൻജോയ് നൗ യു ആർ ഗോയിങ് ടു സ്ട്രഗിൾ യുവർ എൻറ്റയർ ലൈഫ് ഇൻ യുവർ എൻറ്റയർ ലൈഫ്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ, ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം മൊത്തം എൻജോയ് ചെയ്ത് ജീവിക്കാം. എന്ന് വെച്ചാൽ നല്ല ജോലി കിട്ടും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്ത് ജീവിതം ആസ്വദിച്ച് ജീവിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആസ്വദിക്കുകയാണെങ്കിൽ, പഠിക്കുന്ന കാലത്ത് പഠിക്കേണ്ട പ്രായത്തിൽ നിങ്ങൾ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് നടക്കുകയാണെങ്കിൽ യു ആർ ഗോയിങ് ടു സ്ട്രഗിൾ ത്രൂ ഔട്ട് യുവർ എൻറ്റയർ ലൈഫ്. നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ പോകുക എന്നുള്ളൊരു ചൊല്ല് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിന് പോവാതെ നമ്മൾ നല്ല രീതിക്ക് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്ലൂറലാണ് ചോദിച്ചേക്കണേ. ആർ യുവർ ടീച്ചേഴ്സ് ടീച്ചിങ് വെൽ ഇൻ യുവർ കോളേജ്? നിൻ്റെ ടീച്ചേഴ്സ് നല്ല രീതിക്ക് പഠിപ്പിക്കുന്നവരാണോ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ടോ? നിൻ്റെ കോളേജിലത്തെ ടീച്ചേഴ്സ് നല്ല രീതിക്ക് പഠിപ്പിക്കുന്നവരാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആർ യുവർ ടീച്ചേഴ്സ് ടീച്ചിങ് വെൽ ഇൻ യുവർ കോളേജ്? അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ യെസ് മൈ ടീച്ചേഴ്സ്. ഒരു ടീച്ചറെ പറ്റിയല്ല, ടീച്ചേഴ്സ് ആണ്, പ്ലൂറലിലാണ് ചോദിച്ചത്. അതുകൊണ്ട് യെസ് മൈ ടീച്ചേഴ്സ് ആർ ടീച്ചിങ് വെൽ ഇൻ മൈ കോളേജ്. ആ മുകളത്തെ താഴ്ത്തിക്ക് ഇറക്കി എഴുതിയാൽ മതി. അപ്പോൾ ദേ ആർ ടീച്ചിങ് വെൽ ഇൻ മൈ കോളേജ്. അപ്പോൾ നോ എന്ന് നമ്മൾ പറയേണ്ട, പക്ഷേ ടീച്ചേഴ്സൊക്കെ നന്നായി പഠിപ്പിക്കുന്നവർ തന്നെയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അതിൻ്റെ ഒരു നോ ഉത്തരം നമ്മൾ പറയാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 23 മിനിറ്റോടത്തോളം ആയിട്ടുണ്ട് ഇന്നത്തെ റെക്കോർഡിങ്. അപ്പോൾ നമ്മൾക്ക് ഒരു ഷോർട്ട് സ്റ്റോറി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്നും പഠിപ്പിക്കാറുണ്ട്, ഇതിൻ്റെ സമയക്കുറവ്, ഈ അരമണിക്കൂർ മാത്രം വീഡിയോസ് ഇടുന്ന കാരണമാണ് ആരും റെസ്പോൺസ് വരുന്ന കാണുന്നില്ല. സജഷൻസ് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ എഴുതുക. പോസിറ്റീവായിട്ടുള്ള സജഷൻസ് അല്ലെങ്കിൽ കമൻറ്റ്സ് എഴുതാൻ ശ്രമിക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള സംഗതികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് സ്പീഡ് കൂടുതലാണ്, കുറയ്ക്കണം എന്നുള്ള ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു. സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കണം. ഞാൻ തീർച്ചയായിട്ടും സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്പീഡ് കുറച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും വ്യക്തതയോടെ ആക്കാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് ഷോർട്ട് സ്റ്റോറിയിലേക്ക് കടക്കാം. ഇനി വരും സമയങ്ങളിലൊക്കെ ഒരു കോട്ട് പറഞ്ഞിട്ടായിരിക്കും, ഒരു മോട്ടിവേഷൻ കോട്ടൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നമ്മൾ ക്ലാസ് തുടങ്ങുക. പിന്നെ കുറച്ച് ക്ലാസ്സുകൾ എടുക്കുക, പിന്നെ ഒരു ഷോർട്ട് സ്റ്റോറി. അതാണ് പഠിപ്പിക്കുന്നതിൻ്റെ ശൈലി. പക്ഷേ ഇതിൽ സമയക്കുറവുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റോറി, അതൊരു മോട്ടിവേഷണൽ സ്റ്റോറി തന്നെയാണ്. വളരെ ചെറിയ ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ബലൂൺ സെല്ലർ.
സാധാരണയായിട്ട് നമ്മുടെ യു ക്യാൻ വിൻ ശിവഖേര എന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള മോട്ടിവേഷണൽ ബുക്കിലുള്ള ഒരു സ്റ്റോറിയാണത്. ദ സ്റ്റോറി ഓഫ് എ ബലൂൺ സെല്ലർ. ദർ വാസ് എ ബലൂൺ സെല്ലർ ഇൻ ദ സ്ട്രീറ്റ്സ് who used to sell balloons to the children, and he used to fill helium sometimes when the sales used to go down, and once he drops the balloon it goes up, and which entices the entire children, and they used to assemble around him and buy the balloons. One day he was astonished on the fact that one child was asking him, he was tugging at his coat, and he was asking him, "Uncle, if you drop a black balloon, will that also go up?" എന്ന് ചോദിച്ചു. He just thought for a while and replied, "Son, it is not the color of the balloon that makes it go up, but what is inside it." അപ്പോൾ ആൾ പറഞ്ഞത് ഇതാണ്, ഇറ്റ് ഈസ് നോട്ട് ദ കളർ ഓഫ് ദ ബലൂൺ ദാറ്റ് മേക്സ് ഇറ്റ് ഗോ അപ്പ്, ബട്ട് വാട്ട് ഈസ് ഇൻസൈഡ് ഇറ്റ് എന്നാണ് ആൾ പറഞ്ഞത്. അതിൻ്റെ മലയാളം കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു ബലൂൺ വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു സ്ട്രീറ്റ് സെല്ലർ ഉണ്ടായിരുന്നു. ബലൂണുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും, സ്റ്റാൻഡിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് പല കളറിലുള്ള, പല വലിപ്പത്തിലുള്ള, പല ഷേപ്പിലുള്ള ബലൂണുകൾ കൊണ്ട് നടന്ന് വിൽക്കുന്ന, കുട്ടികൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള കളറുകളും മറ്റുള്ള ഇതുകളൊക്കെ ആയിട്ട് കൊണ്ട് ബലൂൺസ് വിൽക്കാൻ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബലൂൺ സെല്ലർ നടക്കുമ്പോൾ അങ്ങനെ കച്ചവടം കുറയുമ്പോൾ, കുട്ടികൾ വാങ്ങിക്കൽ കുറയുമ്പോൾ അയാൾ എന്ത് ചെയ്യും, ഒരു ഹീലിയം ഫില്ല് ചെയ്ത് ഒരു ബലൂൺ മുകളിലേക്ക് വിടാറുണ്ട്. ഹീലിയം അയാളുടെ അടുത്ത് ഹീലിയത്തിൻ്റെ സിലിണ്ടർ ഉണ്ട്, അതിൽ നിന്ന് പെട്ടെന്ന് തുറന്ന് അതിൽ നിറച്ച് കഴിഞ്ഞിട്ട് കെട്ടി വിടുമ്പോൾ അത് പറന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകും. പല കളർഫുള്ളായിട്ടുള്ള ബലൂൺ പോണ കാണുമ്പോൾ കുട്ടികൾക്ക് വളരെ ആകർഷിതമായിട്ട് അല്ലെങ്കിൽ എൻറ്റൈസായിട്ട് അട്രാക്റ്റഡ് ബൈ ദിസ് ബലൂൺ മുകളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ വളരെ അട്രാക്റ്റഡ് ആയിട്ട് ഓടി വന്ന് ചുറ്റും കൂടി. അപ്പോൾ അവർ വിചാരിക്കും ഇതെല്ലാ ബലൂൺ പറക്കുന്നതാണ്. അപ്പോൾ ഓരോ ബലൂൺ വാങ്ങിച്ചിട്ട് പല ഷേപ്പിലുള്ള, പല കളറിലുള്ള, പല വലിപ്പത്തിലുള്ള ബലൂണുകളൊക്കെ ഉണ്ട്. അപ്പോൾ വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള കച്ചവടം യൂസ് ടു ഗോ അപ്പ്. സാധാരണ കച്ചവടം ഉയരാറുണ്ട്. കുറേ കുട്ടികൾ വന്ന് വാങ്ങിച്ചിട്ട് പോകുമ്പോൾ എല്ലാവരും ഓടിക്കൂടി വാങ്ങിക്കുമ്പോൾ കൂടാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു കുട്ടി വന്നിട്ട് ആളോട് ചോദിച്ചു, ഒരു കറുത്ത ബലൂൺ വിട്ടാലും അതും മുകളിലേക്ക് പോവോ അങ്കിൾ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി വളരെ എക്സൈറ്റഡ് ആണ്. എന്താണ് സംഭവം എന്നൊന്നും അവനറിയില്ല. എന്താണ് ഹീലിയം, എന്താണ് സാധാരണ എയർ നിറയ്ക്കണമെന്ന് അറിയില്ല. അപ്പോൾ അവൻ ചോദിച്ചു, അങ്കിൾ നിങ്ങളൊരു കറുത്ത ബലൂൺ മുകളിലേക്ക് വിടുകയാണെങ്കിൽ അതും മുകളിലേക്ക് പോകുമെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു, ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, സൺ, ഇറ്റ് ഈസ് നോട്ട് ദ കളർ ഓഫ് ദ ബലൂൺ വിച്ച് മേക്സ് ഇറ്റ് ഗോ അപ്പ്, ബട്ട് വാട്ട് ഈസ് ഇൻസൈഡ് ഇറ്റ്. ഇത് ബലൂണിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ കളറല്ല, നിറമല്ല, പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണോ നിറച്ചിരിക്കുന്നത് അതാണ് ഈ ബലൂണിനെ മുകളിലേക്ക്, ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ശിവകാരൻ നമ്മളോടും പറഞ്ഞത് തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് ദ കളർ ഓർ ഷേപ്പ് ഓർ ലുക്സ് which is going to take us upward or to the heights of our career, but what is inside us. നമ്മളുടെ ഉള്ളിൽ എന്താണോ മറച്ചിരിക്കുന്നത് അത് തന്നെയാണ് നമ്മളുടെ കരിയർ ഫ്രണ്ടിൽ നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നല്ല നല്ല കാര്യങ്ങൾ നിറയ്ക്കുക, നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിറയ്ക്കുക, ആവശ്യമില്ലാത്ത നമ്മളെ താഴേക്ക് തള്ളിവിടാൻ സാധ്യതയുള്ള സാധനങ്ങൾ നിറയ്ക്കാതിരിക്കുക. അപ്പോൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സുകളാണ്, എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. പല ആളുകൾക്കും അവസരം കിട്ടാതെ പഠിക്കാൻ കഴിയാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഒരു കൂട്ടായ്മയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബമായിട്ട് ഗ്ലോബൽ ഇംഗ്ലീഷ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് നമ്മൾക്ക് ഒരു കാലത്ത് ഒരു ഗെറ്റ് ടുഗദറൊക്കെ നടത്താൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നടത്തണം. കുറേ ഇതിൽ മെമ്പേഴ്സ് കൂടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരോടുള്ള റിക്വസ്റ്റ്, എല്ലാവർക്കും ഇത് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാർക്ക് മാത്രം, ആവശ്യമില്ലാത്തവർക്ക് അയക്കേണ്ട. അവർ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ അത് ആവശ്യമില്ലാതെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ ആവശ്യം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ താല്പര്യം ഉള്ള ആളുകൾ തോന്നുന്ന ആൾക്കാർക്ക് മാത്രം നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, സീ യു ടുമാറോ വിത്ത് എ ന്യൂ വീഡിയോ. ഓക്കെ, താങ്ക് യു.